ഹായ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആര്യ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കോർഡിനേഷൻ കെമിസ്ട്രിയുടെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ടാണ്. വേൾഡിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ നേച്ചറിൽ കാണപ്പെടുന്ന മേജർ കാറ്റഗറി കോമ്പൗണ്ട്സും എങ്ങനത്തെയാണ്? അഡിഷൻ കോമ്പൗണ്ട്സ് ആണ്. അഡിഷൻ കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ എന്താണ്? ആ പേര് തന്നെ പറയുന്നത് പോലെ ദേ ആർ ഫോംഡ് ബൈ റിപ്പീറ്റഡ് അഡിഷൻ ഓഫ് മോളിക്യൂൾസിൻ്റെ റിപ്പീറ്റഡ് അഡിഷൻ വഴി ഉണ്ടാകുന്ന മോളിക്യൂൾസാണ് അഡിഷൻ കോമ്പൗണ്ട്സ്. ഇത് നമ്മൾ സാധാരണ എഴുതുമ്പോൾ ഒരു ഡോട്ട് ഇട്ടാണ് എഴുതാറ്, അല്ലേ? ഈ അഡിഷൻ കോമ്പൗണ്ട്സിനെ നമുക്ക് പ്രധാനമായും രണ്ട് ടൈപ്പായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഡബിൾ സാൾട്ട്, രണ്ടാമത് വരുന്നതാണ് കോർഡിനേറ്റ് കോംപ്ലക്സ്. ഇനി എന്താണ് ഡബിൾ സാൾട്ട് എന്ന് നോക്കാം. ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോളിക്കുലർ അഡിഷൻ കോമ്പൗണ്ട്സ് തന്നെയാണ്. അതിൻ്റെ പ്രത്യേകത, അവ എന്താണ് ചെയ്യുന്നത്? വിച്ച് ആർ ഏബിൾ ടു റീറ്റെയിൻ ദിയർ ക്യാരക്ടർ ഓൺലി ഇൻ സോളിഡ് സ്റ്റേറ്റ്. സോളിഡ് സ്റ്റേറ്റിൽ മാത്രം അതിൻ്റെ ക്യാരക്ടർ റീറ്റെയിൻ ചെയ്യാൻ കഴിയുന്നവ മാത്രമാണ് എന്ത്? ഡബിൾ സോൾട്ട്. അതിന് എക്സാമ്പിളാണ് കാർണലൈറ്റ്, പൊട്ടാഷ്, ആലം. ഇനി അടുത്ത പഠിച്ച ഒരു മോളിക്കുലർ അഡിഷൻ കോമ്പൗണ്ടാണ് കോർഡിനേറ്റ് കോംപ്ലക്സ്, അല്ലേ? എന്താണ് കോർഡിനേറ്റ് കോംപ്ലക്സ്? നേരത്തെ നമ്മൾ പഠിച്ച എന്തായിരുന്നു? ഡബിൾ സോൾട്ട്. ഡബിൾ സോൾട്ട് എന്താണ് ചെയ്യുന്നത്? അതിൻ്റെ സോളിഡ് സ്റ്റേറ്റിൽ മാത്രം ക്യാരക്ടർ റിറ്റെയിൻ ചെയ്യുന്നു. എന്നാൽ കോർഡിനേറ്റ് കോംപ്ലക്സോ വിച്ച് ആർ ഏബിൾ ടു റിറ്റെയിൻ ദിയർ ക്യാരക്ടർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ്. ബോത്ത് സ്റ്റേറ്റിലും, സോളിഡിലും ലിക്വിഡിലും ക്യാരക്ടർ റീറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന തരം മോളിക്യൂൾസ് അല്ലെങ്കിൽ കോമ്പൗണ്ട്സ് ആണ് കോർഡിനേറ്റ് കോംപ്ലക്സസ്. കോർഡിനേറ്റ് കോംപ്ലക്സിന് എക്സാമ്പിൾ നമുക്കറിയാവുന്ന തന്നെയാണ്. എന്താണ്? ടെട്രാ കാർബണേറ്റ്, നിക്കൽ, അതുപോലെ കുറേ കോർഡിനേറ്റ് കോംപ്ലക്സസ് എല്ലാം ഇതിന് എക്സാമ്പിൾ തന്നെയാണ്. ഇനി നമ്മൾ കോർഡിനേറ്റ് കോംപ്ലക്സിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇവിടെ നമ്മൾ കോർഡിനേഷൻ കെമിസ്ട്രിയിൽ പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത് കോർഡിനേറ്റ് കോംപ്ലക്സിനെ പറ്റി തന്നെയാണ്. കോർഡിനേറ്റ് കോംപ്ലക്സ് എന്തായിരുന്നു പറഞ്ഞത്? സോളിഡിലും ലിക്വിഡിലും ക്യാരക്ടർ റിറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ എക്സാമ്പിളും കണ്ടായിരുന്നു. ഇനി കോർഡിനേറ്റ് കോംപ്ലക്സിന് പ്രധാനപ്പെട്ട ഒരു പാർട്ടുണ്ട്, അല്ല രണ്ട് പാർട്ടെന്ന് തന്നെ പറയാം. എന്താണ്? ഒന്ന് അതിൻ്റെ കോർഡിനേഷൻ സ്പിയറും രണ്ടാമത് എന്താണ്? അതിൻ്റെ അയണൈസേഷൻ സ്പിയറുമാണ്. So the coordinate complexes consist of two parts. One is coordination sphere and another is ionization sphere. കോർഡിനേഷൻ സ്പിയറിനെ സാധാരണ നമ്മൾ എപ്പോഴും ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതാറ്. അയണൈസേഷൻ സ്പിയർ എപ്പോഴും ഈ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്തായിരിക്കും ഉണ്ടാവുക. അതിൻ്റെ എക്സാമ്പിൾസ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സിൽ നോക്കുന്നതായിരിക്കും. കോർഡിനേഷൻ സ്പിയറിനകത്ത് ആരൊക്കെയാണുള്ളത്? സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. അതിനകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒരു സെൻട്രൽ മെറ്റൽ അയോണും ഉണ്ടാവും, ലിഗാൻഡ്സും കാണും. ഈ കോർഡിനേഷൻ സ്പിയർ ഒരു അയണൈസബിൾ പാർട്ടാണോ അതോ നോൺ അയണൈസബിൾ പാർട്ടാണോ എന്ന് ചോദിച്ചാൽ അത് നോൺ അയണൈസബിൾ ആണ്. സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതുന്നതാണ് കോർഡിനേഷൻ സ്പിയർ, അത് നോൺ അയണൈസബിൾ പാർട്ടായിരിക്കും. എന്നാൽ അതിന് പുറത്ത് എഴുതുന്നതാണ് അയണൈസേഷൻ സ്പിയർ എന്ന് പറയുന്നത്. ആ പേര് പറയുന്ന പോലെ തന്നെ അതെന്താണ്? അയണൈസബിൾ പാർട്ടാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ലിഗാൻഡ്സ്. നമ്മൾ പറഞ്ഞായിരുന്നു ഈ കോർഡിനേഷൻ കോംപ്ലക്സ് പറഞ്ഞപ്പോൾ അതിനകത്ത് കോർഡിനേഷൻ സ്പിയറും അയണൈസേഷൻ സ്പിയറും. കോർഡിനേഷൻ സ്പിയറിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും എന്നാണ് പഠിച്ചത്. അപ്പോൾ എന്താണ് ലിഗാൻഡ് എന്നറിയണ്ടേ? ലിഗാൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് സ്പീഷീസ്. അതെന്തായിരിക്കും? ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിരിക്കോ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കോ? അതെപ്പോഴും ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. എപ്പോഴും ഇലക്ട്രോൺസിനെ എങ്ങോട്ട് കൊടുക്കുന്നു? സെൻട്രൽ മെറ്റൽ ആറ്റത്തിലോട്ട് ഇലക്ട്രോൺസിനെ എപ്പോഴും കൊടുക്കാൻ ക്യാപ്പബിലിറ്റി ഉള്ള ആൾക്കാർ പറയുന്ന പേരാണ് ലിഗാൻഡ്സ്. അപ്പോൾ ഏതൊക്കെ ടൈപ്പ് ലിഗാൻഡ് ഉണ്ട്? യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആൻഡ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്. യൂണി എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഇലക്ട്രോൺ ഡോണർ സൈറ്റ് മാത്രമുള്ളവയാണ് യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്. ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ രണ്ട് ഇലക്ട്രോൺ ഡോണർ സൈറ്റ് ഉള്ളവയാണ് ബൈഡെൻഡേറ്റ് ലിഗാൻഡ്. ഇനി പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ അതിന് എത്രയാണ്? രണ്ടോ അതിൽ കൂടുതലോ ഇലക്ട്രോൺ ഡോണർ സൈറ്റ് ഉണ്ടാകുന്നതാണ് പോളിഡെൻഡേറ്റ് ലിഗാൻഡ്സ്. അപ്പോൾ ഇത്രയാണ് ലിഗാൻഡ്സ്. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ടൈപ്പ് ഓഫ് ലിഗാൻഡ്സും അതുപോലെ വെർണർ തിയറിയാണ് നോക്കാൻ പോകുന്നത്. ഇനി നമ്മൾ പഠിച്ച കാര്യം ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഏതാണ് നമ്മൾ തുടക്കത്തിൽ പഠിച്ചത്? എന്താണ് മോളിക്കുലർ അഡിഷൻ കോമ്പൗണ്ട്സ്? മോളിക്യൂൾസ് റിപ്പീറ്റ് ചെയ്ത് ആഡ് ചെയ്തുണ്ടാകുന്നതാണ് മോളിക്കുലർ അഡിഷൻ കോമ്പൗണ്ട്. അതിന് രണ്ട് കാറ്റഗറി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ്? ഡബിൾ സാൾട്ടും കോർഡിനേറ്റ് കോംപ്ലക്സും. ഡബിൾ സാൾട്ടിൻ്റെ പ്രത്യേകത എന്താണ്? അത് സോളിഡ് സ്റ്റേറ്റിലാണ് അതിൻ്റെ ക്യാരക്ടർ റിറ്റെയിൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിൾ പഠിച്ചു, കാർണലൈറ്റ്, പൊട്ടാഷ്, ആലം. പിന്നെ പഠിച്ചത് കോർഡിനേറ്റ് കോംപ്ലക്സസ് ആണ്. അതിൻ്റെ പ്രത്യേകതയായിട്ട് പഠിച്ചത് എന്താണ്? അതിന് കോർഡിനേഷൻ സ്പിയറും അയണൈസേഷൻ സ്പിയറും ഉണ്ടാവും. കോർഡിനേഷൻ സ്പിയർ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലാണ് എഴുതുന്നത്. അതിലൊരു സെൻട്രൽ മെറ്റൽ ആറ്റവും ലിഗാൻഡും ഉണ്ട്. അയണൈസേഷൻ സ്പിയർ സ്ക്വയർ ബ്രാക്കറ്റിന് പുറത്താണ് കാണപ്പെടുന്നത്. അയണൈസേഷൻ സ്പിയർ അയണൈസബിൾ ആണ്. അതേസമയം കോർഡിനേഷൻ സ്പിയർ നോൺ അയണൈസബിൾ ആണ്.
ഇനി എന്താണ് ലിഗാൻഡ് എന്ന് പഠിച്ചു. ലിഗാൻഡ് എവിടെയാണ് കാണപ്പെടുന്നത്? കോർഡിനേഷൻ സ്പിയറിലാണ് കാണപ്പെടുന്നത്. അത് ഇലക്ട്രോൺ റിച്ച് ആയിരിക്കും. ഈ ലിഗാൻഡാണ് എന്ത് ചെയ്യുന്നത്? സെൻട്രൽ മെറ്റൽ ആറ്റത്തിന് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യാൻ ഒരു സൈറ്റ് വേണം അല്ലേ? അപ്പോൾ ഈ സൈറ്റിൻ്റെ ബേസിസിൽ ലിഗാൻഡിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്? യൂണിഡെൻഡേറ്റ് ലിഗാൻഡ്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് ആൻഡ് പോളിഡെൻഡേറ്റ്. യൂണിഡെൻഡേറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇലക്ട്രോൺ ഡോണർ സൈറ്റ്, ബൈഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ ഡോണർ സൈറ്റ് ഉണ്ടാവും, പോളിഡെൻഡേറ്റ് ലിഗാൻഡ് എന്ന് പറയുമ്പോൾ 2 അതിലധികമോ ഇലക്ട്രോൺ ഡോണർ സൈറ്റ് ഉണ്ടാവും. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.